ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലരും അനുഭവിക്കുന്ന പക്ഷേ അധികമാരും സംസാരിക്കാത്തൊരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, കൃത്യമായി നിക്ഷേപിക്കുന്നുമുണ്ട്. പക്ഷേ എന്നിട്ടും പണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ടെൻഷൻ, ഒരു അസ്വസ്ഥത. എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? വാ, നമുക്കതിന്റെ കാരണമൊന്ന് കണ്ടുപിടിക്കാം. ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും ഹേയ്, ഇത് ഞാൻ തന്നെയാണല്ലോ എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? നല്ല ശമ്പളമുണ്ട്, കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നുമുണ്ട്, എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിയായിട്ട് ചെയ്യുന്നു. എന്നിട്ടും എന്താ ഈ പണത്തിന്റെ കാര്യത്തിൽ ഒരു സ്വസ്ഥതയില്ലാത്തത്? മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോകുമ്പോഴേക്കും നെഞ്ചിലിടുപ്പ് കൂടും. എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ ഒരു മടി, ഒരു പേടി, എന്തോ ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നെന്നൊരു തോന്നൽ എപ്പോഴും മനസ്സിലുണ്ടാവും. ഈ ഒരു അവസ്ഥയുടെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഇതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? ഇത് നിങ്ങളുടെ ഒരു കഴിവുകേടോ പരാജയമോ ഒന്നുമല്ല. പ്രശ്നം നമ്മുടെ സ്ട്രാറ്റജിയിലാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ വഴി ഉപയോഗിച്ച് പണവുമായി ബന്ധപ്പെട്ട 3 വ്യത്യസ്ത പ്രശ്നങ്ങളെയാണ് പരിഹരിക്കാൻ നോക്കുന്നത്. അത് നടക്കുമോ? ഇല്ല. അവിടെയാണ് ഈ കൺഫ്യൂഷനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് എങ്ങനെ വ്യക്തതയിലേക്ക് വരാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. നമ്മുടെ ഈ സാമ്പത്തിക ടെൻഷനുകളുടെയൊക്കെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ പണത്തിന് ഒരേ സമയം പല ജോലികൾ കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ 3 വ്യത്യസ്ത ജോലികൾ. അപ്പോൾ പ്രശ്നം നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട് എന്നതല്ല, മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഓരോ രൂപയ്ക്കും എന്താണ് ജോലി എന്ന് കൃത്യമായി പറയാൻ പറ്റാത്തതാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ലെയർ എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഭാഗം. അതായത് ഗ്രോത്തിനുള്ള പണം അഥവാ വളർച്ചയ്ക്കുള്ള പണം. ഈ ഗ്രോത്തിന്റെ ലോകം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലേ? സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഡെക്സ് ഫണ്ടുകൾ, പിന്നെ ഇപ്പോഴത്തെ ക്രിപ്റ്റോ. ഇവയുടെ എല്ലാം ലക്ഷ്യം ഒന്നു മാത്രമാണ്: നമ്മുടെ പണത്തെ ദീർഘകാലത്തേക്ക് വളർത്തുക. ഈ വളർച്ച ശരിക്കും അത്യാവശ്യമാണ് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം, നമ്മുടെ സമ്പാദ്യമൊക്കെ പതിയെ പതിയെ തിന്നു തീർക്കും. ഇനി ഇതിലൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ ചാർട്ടൊക്കെ എടുത്ത് നോക്കിയാൽ ആഹാ, എന്ത് ഭംഗിയാ, എല്ലാം മുകളിലോട്ട് മാത്രം. പക്ഷെ റിയാലിറ്റി അതല്ലല്ലോ. ഷോർട്ട് ടേമിൽ ഇത് വല്ലാത്തൊരു റോളർ കോസ്റ്ററാണ്. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ എനിക്കറിയാം ഇത് ലോങ് ടേം ആണ്, പക്ഷെ ചങ്കിടിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെയാണ് ക്ഷമയുടെയും അച്ചടക്കത്തിന്റെയും ഒക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് രണ്ടാമത്തെ ലെയറിലേക്കാണ്. ഇതാണ് ഏറ്റവും രസകരം. കാരണം നമ്മളിൽ ഭൂരിഭാഗം പേരും അവഗണിക്കുന്ന ഒരു ഭാഗമാണിത്. പക്ഷെ നമ്മുടെ മനസമാധാനത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടതും ഇതുതന്നെ. ഇവിടെ ആദ്യത്തെ ലെയറിലെ ആ ഒരു ത്രില്ലോ ആവേശമോ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് ബോറിംഗ് ആണ്. എമർജൻസി ഫണ്ട്, സേവിങ്സ്, ലിക്വിഡിറ്റി എന്നൊക്കെയാണ് ഇവിടുത്തെ സംസാര വിഷയം. ഈ പണത്തിന് ഒരൊറ്റ ജോലിയേ ഉള്ളൂ. നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പം നമ്മുടെ കയ്യിലുണ്ടാവണം, അത്രമാത്രം. കാരണം ഒരു മെഡിക്കൽ എമർജൻസി വന്നാലോ അല്ലെങ്കിൽ ജോലിയിലൊരു പ്രശ്നം വന്നാലോ മാർക്കറ്റ് തിരിച്ചു കയറുന്നതുവരെ നമ്മുടെ ജീവിതം കാത്തു നിൽക്കില്ലല്ലോ. ഇവിടെയാണ് മിടുക്കരായ പല ഇൻവെസ്റ്റേഴ്സിനും അടിതെറ്റുന്നത്. അവരെന്ത് ചെയ്യും? കയ്യിലുള്ള പണം മുഴുവൻ ഗ്രോത്തിനു വേണ്ടി കൊണ്ടിടും. എന്നിട്ട് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോഴോ, ഒരുപക്ഷെ മാർക്കറ്റ് ഏറ്റവും മോശമായി നിൽക്കുന്ന സമയത്ത് ആ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുകൾ നഷ്ടത്തിൽ വിൽക്കാൻ നിർബന്ധിതരാകും. ഇങ്ങനെയാണ് ശരിക്കും നല്ലൊരു ഇൻവെസ്റ്റർ പോലും സാഹചര്യങ്ങൾ കൊണ്ട് ഒരു മോശം ഇൻവെസ്റ്ററായി മാറുന്നത്. അപ്പോൾ ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: നിങ്ങൾ തെറ്റായൊരു സ്റ്റോക്കോ മ്യൂച്വൽ ഫണ്ടോ തെരഞ്ഞെടുത്തതുകൊണ്ടല്ല ഈ പ്രശ്നം വന്നത്. അല്ല, മറിച്ച് നമ്മളെ സംരക്ഷിക്കാൻ വെക്കേണ്ടിരുന്ന പണത്തെ നമ്മൾ വളർച്ചയുടെ ജോലിക്ക് വിട്ടു. അതായത് തെറ്റായ ജോലിക്ക് തെറ്റായ പണത്തെ ഉപയോഗിച്ചു. അതാണ് പ്രശ്നം. ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറിലേക്ക് പോവാം. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഫിനാൻഷ്യൽ പ്ലാനിലെ മിസ്സിംഗ് ആയിട്ടുള്ളൊരു ലെയർ. പലരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാർക്കറ്റൊക്കെ വളരെ മോശമായി നിൽക്കുന്നൊരു സമയം. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പണം വേണം. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കോ ഫണ്ടോ ഒന്നും വിൽക്കാനും താല്പര്യവുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങൾക്ക് എങ്ങനെ പണം തരും? സത്യം പറഞ്ഞാൽ മിക്ക ആളുകളുടെയും പോർട്ട്ഫോളിയോയ്ക്ക് ഇതിനൊരു ഉത്തരമുണ്ടാവില്ല. ഇവിടുത്തെ വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സ്റ്റോക്കുകൾ, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് ഫണ്ടുകൾ, ഇതൊക്കെ നമുക്ക് പണം തരുന്നത് എപ്പോഴാ? നമ്മളത് വിൽക്കുമ്പോൾ മാത്രം, അല്ലേ? എന്നാൽ നേരെ മറിച്ച് ബോണ്ടുകൾ പോലെയുള്ള ഫിക്സ്ഡ് ഇൻകം അസറ്റുകളുണ്ട്. അവയുടെ ഡിസൈൻ തന്നെ അത് വിൽക്കാതെ തന്നെ നമുക്കൊരു റെഗുലർ ഇൻകം തരാൻ വേണ്ടിയാണ്. അതായത് മാർക്കറ്റ് എത്ര കയറിയാലും ഇറങ്ങിയാലും നമുക്ക് ജീവിക്കാൻ വേണ്ട പണത്തിന്റെ വരവ് നിലയ്ക്കാൻ പാടില്ല. വലിയ വലിയ സ്ഥാപനങ്ങളും പെൻഷൻ ഫണ്ടുകളുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിടിലൻ തന്ത്രമാണിത്. അവർ ബോണ്ടുകൾ പോലെയുള്ള അസറ്റുകൾ ഉപയോഗിച്ച് മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ഒരു സ്ഥിര വരുമാനം ഉറപ്പുവരുത്തും. അതാണ് അവരുടെ സീക്രട്ട്. അപ്പോൾ
നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ 3 ഐഡിയകളും നമുക്കൊന്ന് ഒരുമിച്ച് ചേർത്ത് വെക്കാം. എന്നിട്ട് സാമ്പത്തികമായ ഒരു സമാധാനപരമായ ജീവിതം നയിക്കാനുള്ള ഒരു സിമ്പിൾ ഫ്രെയിംവർക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതാണ് ആ 3 ലെയർ സൊല്യൂഷൻ. സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ പണത്തിന് 3 വ്യത്യസ്ത ബക്കറ്റുകൾ അല്ലെങ്കിൽ ജോലികൾ കൊടുക്കുക. ഒന്നാമത്തത് ഗ്രോത്ത്. ഇത് നമ്മുടെ ലോങ് ടേം ഭാവിക്കുള്ളതാണ്. രണ്ടാമത്തത് പ്രൊട്ടക്ഷൻ. ഇത് ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങൾക്കാണ്. മൂന്നാമത്തത് ഇൻകം. ഇത് നമുക്ക് സ്ഥിരതയും പ്രെഡിക്റ്റബിലിറ്റിയും തരാനാണ്. ഇനി ഇത് നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കൂ. ഈ 3 ലെയറുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ടെൻഷൻ കയറി വരും, ഉറപ്പാണ്. പക്ഷേ ഈ 3ഉം കൃത്യമായിട്ട് സ്ഥലത്തുണ്ടെങ്കിലോ നമ്മുടെ തീരുമാനങ്ങൾ വളരെ കൂളായിരിക്കും, വളരെ ശാന്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും സാധാരണ ചോദിക്കുന്ന ആ ഒരു ചോദ്യമുണ്ടല്ലോ, അതിനെ തന്നെ നമുക്കൊന്ന് ചോദ്യം ചെയ്യാം. ഇവിടെയാണ് ശരിക്കുള്ള മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വരേണ്ടത്. നമ്മൾ ചോദിക്കേണ്ട ശരിയായ ചോദ്യം ഇതാണ്: എനിക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ എവിടെ കിട്ടും എന്നല്ല. പകരം എൻ്റെ കയ്യിലുള്ള ഈ പണം എനിക്ക് വേണ്ടി എന്ത് പ്രശ്നമാണ് പരിഹരിക്കേണ്ടത് എന്ന് സ്വയം ചോദിക്കുക. ഇതിന് വളർച്ചയാണോ വേണ്ടത്, അതോ സംരക്ഷണമോ, അതോ ഒരു സ്ഥിര വരുമാനമാണോ? ഈ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ ടെൻഷനൊക്കെ മാറി നല്ല വ്യക്തതയും സമാധാനവും വരാൻ.